നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാണ്. കേരളത്തിലെ സമൃദ്ധസുന്ദരമായ ഹരിതാഭ നിറഞ്ഞ ഒരു നാട്ടിൻപുറമാണ് ഓണാട്ടുകര. കൈത പൂക്കുന്ന പ്രകൃതിയും എള്ളിൻപൂ മണക്കുന്ന ഇടവഴികളും ഓണാട്ടുകരയുടെ പ്രത്യേകതയാണ്. അവിടെ അരുമമൃഗങ്ങൾക്കും ഓമന പക്ഷികൾക്കുമായി മനസ്സ് നൽകുന്ന ഒരു വീടുണ്ട്, പ്രകൃതി. അവിടെ അവരുടെ സദാ കാവൽക്കാരനായി പ്രസാദ് എന്ന ചെറുപ്പക്കാരൻ. സ്വന്തം ബിസിനസ് സാമ്രാജ്യത്തിൽ ഉജ്ജ്വലമായി മുന്നേറുമ്പോഴും അരുമപ്പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായി മനസ്സ് കൊടുത്ത ചെറുപ്പക്കാരനായ പ്രസാദിൻ്റെ കഥയാണ് ഇന്ന് ഹരിതസുന്ദരം അവലോകനം ചെയ്യുന്നത്. അരുമപക്ഷികളും മൃഗങ്ങളുമൊക്കെ ഇന്ന് ഹോബി മാത്രമല്ല, വരുമാനം കൂടിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രസാദ്. കാരണം നമുക്കറിയാം, ഇപ്പം നായ്ക്കുട്ടികൾ, അതോടൊപ്പം തന്നെ വർണ്ണപ്പക്ഷികൾ, അതോടൊപ്പം തന്നെ വിദേശ ഇനത്തിലുള്ള താറാവുകൾ, കോഴികൾ, ഇവയൊക്കെ കൊണ്ട് ഒരു വിശാലമായ പ്രപഞ്ചം തീർത്തു കഴിഞ്ഞാൽ അത് വാങ്ങാൻ ആൾ വരുന്നതിനപ്പുറത്തേക്ക് കാണാനും കൂടി ആൾ വരും എന്നുള്ളതാണ് ഇന്നത്തെ സവിശേഷത. പ്രസാദ് ഇവിടെ സ്വന്തം വീട്ടുപറമ്പും അതോടൊപ്പം തന്നെ മട്ടുപ്പാവും ഒക്കെ തന്നെ അരുമപക്ഷികൾക്കും മൃഗങ്ങൾക്കുമായി വീതിച്ചു നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മട്ടുപ്പാവിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ലോകം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നായ്ക്കളെയാണ്. അതോടൊപ്പം അത് താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് വിദേശ കോഴിയിനങ്ങൾ, അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ സ്വന്തം പൈതൃകമായ നമ്മുടെ നാടിൻ്റെ സ്വന്തം ജനുസ്സായ കരിങ്കോഴി, ഇവയൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതിലെല്ലാം വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയുന്ന കുറേ വർണ്ണപ്പക്ഷികൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. ഫെസൻറ്റുകൾ, അതായത് മയിൽക്കോഴി എന്നറിയപ്പെടുന്ന വർണ്ണപ്പക്ഷികൾ ഇന്ന് ലോകമെമ്പാടും ധാരാളം ആരാധകരെ നേടിയ ഇനമാണ്. സിൽവർ ഫെസൻറ്റ്, ഗോൾഡൻ ഫെസൻറ്റ്, ജപ്പാനീസ് ഫെസൻറ്റ്, ചൈനീസ് ഫെസൻറ്റ്, റിംഗ് ഫെസൻറ്റ്, ഇങ്ങനെയുള്ള ധാരാളം മയിൽക്കോഴി ഇനത്തിൽപ്പെട്ട ഫെസൻറ്റ് പ്രസാദിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണ്. ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമൃദ്ധസുന്ദരമായ ഒരു ഭൂമിക, നായ്ക്കളുണ്ട്, വർണ്ണപ്പക്ഷികളുണ്ട്, ഫെസൻറ്റുകളുണ്ട്, കരിങ്കോഴികളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു ഓമന മൃഗങ്ങളുണ്ട്. ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമൃദ്ധസുന്ദരമായൊരു ഭൂമികയാണ് പ്രസാദ് പ്രകൃതിയിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിയിലേക്ക് കടന്നു വരുന്ന ഒരാൾക്കും ഒരു നിമിഷം പോലും കണ്ണടച്ചിരിക്കേണ്ട കാര്യം വരില്ല. മിഴി തുറന്ന് ഈ കാഴ്ചകൾ കാണാനും ആനന്ദിക്കാനും അസുലഭസുന്ദരമായ അവസരങ്ങളാണ് പ്രസാദ് ഒരുക്കിയിരിക്കുന്നത്. പ്രസാദിൻ്റെ പ്രകൃതിയിലേക്ക് പോകാം. പ്രസാദ്, ഈ ഓണാട്ടുകരയുടെ ഒരു പ്രകൃതിയും പ്രസാദിൻ്റെ പ്രകൃതി, വീട്ടിലെ പ്രകൃതിയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണോ പ്രകൃതി എന്ന് പേര്? എനിക്ക് പ്രകൃതിയായിട്ട് ഒത്തിരി പണ്ട് തൊട്ടേ പണ്ട് മനസ്സിൽ വെച്ചിരുന്ന ഒരു ഘടകമാണ്. വീടിനെ ഒരു പേരിടുവാണെങ്കിൽ പ്രകൃതി എന്ന് പേരിടണം, അതിനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് വീട് വെച്ച് കഴിഞ്ഞപ്പോൾ പ്രകൃതി എന്ന് പേരിട്ട് പ്രകൃതിയിലെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പ്രസാദിനെ പോലെ സ്വർണ്ണ വ്യാപാര രംഗത്ത് നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു രീതിയല്ല ഇതൊന്നും. കാരണം അരുമപക്ഷികളെ വളർത്തുക, അതോടൊപ്പം തന്നെ വളർത്തു മൃഗങ്ങളെ വളർത്തുക, ഇതൊന്നും ഒരു സ്വർണ്ണ വ്യാപാരിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, പൊതുവെ നാട്ടുകടപ്പൻ. അതെ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രസാദ് ഈ രംഗത്തേക്ക് വരാനുള്ള കാരണം? പണ്ട് തൊട്ടേ ഇതുങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീടാണ് കടകളൊക്കെ തുടങ്ങുന്നതൊക്കെ. കട തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അന്ന് വീട്ടിലെ ചെറുപ്പത്തിൽ ചെയ്യുമ്പോൾ എല്ലാവരും വഴക്ക് പറയുമായിരുന്നു, പഠിക്കാൻ പോകണം അങ്ങനെ. ഇപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു ഇതായി കഴിഞ്ഞപ്പോൾ നമ്മുടെ രീതിയിൽ ഇതിനെയൊക്കെ പണ്ടത്തെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുകയാണ്. ഇപ്പോൾ പ്രസാദിൻ്റെ ഒരു ഓർമ്മയിൽ എത്ര വർഷമായി കാണും ഈ ഒരു രംഗത്തേക്ക് വരാൻ പ്രസാദ്? ഇപ്പോൾ ഒരു 10 വർഷത്തോളം ആകുന്നു. 10 വർഷം. നാളിതുവരെയുള്ള ഒരു അനുഭവം വെച്ച് പ്രസാദിന് എങ്ങനെയാണ്, ഇതൊരു വരുമാനമാണോ ഹോബിയാണോ? ഇതിനകത്തുനിന്ന് വരുമാനമുണ്ട് സാർ. ഇതിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇപ്പോൾ കോഴിയുടെ കുഞ്ഞിനെ കൊടുത്താലും പട്ടിയുടെ കുഞ്ഞിനെ കൊടുത്താലും ഫെസൻറ്റിൻ്റെ കുട്ടികളെ കൊടുത്താലും ഇവരുടെ ചിലവിനുള്ള പൈസ ഇവരിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തി വന്നിട്ട് തനതായിട്ട് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് നല്ല വരുമാനമുള്ള ഫീൽഡാണ്. പിന്നെ എനിക്ക് രാവിലെ കടയിൽ പോകുന്ന സമയത്തിന് മുമ്പായിട്ട് ഞാൻ ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കി പോകുന്നു, വൈകിട്ട് വരുമ്പം അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ ആ ഒരു ലിമിറ്റിൽ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ.
ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും പക്ഷിപ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് കരിങ്കോഴികളും വാത്തകളും ഒക്കെ. ഈ കരിങ്കോഴികളുടെ ഒരു പ്രജനനത്തിൽ അതിനെ വംശവർദ്ധനവ് നടത്തുന്നതിൽ പ്രസാദ് നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? ഇതിപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുവരുന്ന പട്ടിയാണ്. പട്ടിയെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് പട്ടിക്ക് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുട്ട വാങ്ങിക്കാൻ പോകായിരുന്നു. മുട്ട വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഓർത്തിട എന്നാൽ പട്ടിക്ക് മുട്ട ഡെയിലി വേണം, വീട്ടിലേക്ക് മുട്ട വേണമല്ലോ, എന്നാൽ കുറച്ച് കോഴിയെ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കുറേ വെറൈറ്റി ആയിട്ടുള്ള കോഴിയെ കിട്ടട്ടെ, ഇവിടെ ഒന്നും ഇല്ലാത്ത ടൈപ്പാണെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ തപ്പി എടുത്തതാണ് ഈ കരിങ്കോഴിയെ. പക്ഷേ കരിങ്കോഴി നമ്മളിപ്പം എനിക്ക് തോന്നുന്നു പട്ടിയെ വളർത്തുന്നതിനെക്കാട്ടി ആദായമാണ് കരിങ്കോഴി എന്ന് പറയുമ്പോൾ. അതിൻ്റെ കുട്ടികളില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. നന്നായിട്ട്. എത്ര രൂപയാണ് അതിൻ്റെ ഒരു കുഞ്ഞിന് വാങ്ങിക്കുന്നത്? ഇപ്പം നമ്മളത് പല സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ഒരു ദിവസം പ്രായ കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ ഒരാഴ്ച ആയത് കൊടുക്കും, 3 മാസം വരെ പേര് തിരിഞ്ഞതിന് വരെ കൊടുക്കുന്നുണ്ട്. അപ്പം പേര് തിരിഞ്ഞ ഒരു രണ്ടെണ്ണത്തെ ഒരു ജോഡി ഒരു പൂനയും പിടക്കുന്നത് 600 രൂപ 500 രൂപ അങ്ങനെ താഴോട്ട് വരും. ഇപ്പോൾ ഈ ഇറച്ചി പോലും അടിമുടി കറുത്തതാണ് കരിങ്കോഴി. അപ്പോൾ ഇതിനൊരു ആയുർവേദ ഔഷധ നിർമ്മാണത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാം. അതെ, ആൾക്കാരൊക്കെ ശരിയാണോ? അത് വാങ്ങിക്കാറുണ്ട്. ലേഹ്യമൊക്കെ ഉണ്ട്, അങ്ങനെയായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നത്. നെയ്യുള്ള കോഴിയെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പ്രസാദ് ഈ കരിങ്കോഴിയുടെ കരിങ്കോഴി കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്? മറ്റുള്ള നമ്മളെ ആ ബ്രോയിലർ കോഴി ഇതായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. നല്ല അതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബ്രോയിലർ കോഴി എന്ന് വെച്ചാൽ പഞ്ഞി പോലിരിക്കും. പക്ഷേ നമ്മൾ കറക്റ്റ് നാടൻ കോഴിയുടെ ആ ഒരു ടേസ്റ്റും നമ്മൾ പണ്ടൊക്കെ നാടൻ കോഴി എന്ന് പറയും ആ സെയിം ഇത് തന്നെ. ഇപ്പം മുതിർന്ന ഒരു കരിങ്കോഴിയുടെ ഒരു ജോഡിയെ പ്രസാദ് എത്ര രൂപയ്ക്കായിരിക്കും നൽകുന്നത്? മുതിർന്ന കോഴിയെ ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പേര് കൊടുത്തൊരു പൂനെ പുട കൊടുത്ത് 3000 രൂപയ്ക്കാണ് കൊടുത്തത്. പിന്നെ അത് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ 3000 രൂപയ്ക്ക് കോഴിക്ക് ആൾ തരുന്നവരുണ്ടോ? വാങ്ങിക്കുന്നവരുണ്ട്. ഒരു ചൂഷണമല്ലേ? ഒരിക്കലും അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ഇത് എൻ്റെ അടുത്ത് വന്നാൽ 3000 രൂപയ്ക്ക് വാങ്ങിച്ചാലേ ഇപ്പം അതിൽ കൂടുതൽ ഇപ്പം സംഭവം എന്ന് വെച്ചാൽ വില കൊടുത്താലും കിട്ടാൻ സാധനമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ ആൾക്കാർ ഇപ്പോൾ എല്ലാം ഇതുകൊണ്ട് നല്ല രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്തിപ്പോൾ വരുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കരിങ്കോഴി വളർത്താൻ താല്പര്യപ്പെട്ടവർ വന്നാൽ പ്രസാദ് അവർക്ക് അഡ്വൈസ് ചെയ്യാൻ 100 വട്ടം കരിങ്കോഴിയുടെ നൽകും. നമുക്കിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മാസമായിട്ട് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുമായിരുന്നു. ഇനിയിപ്പം അതുകൊണ്ട് ഇപ്പം ഗ്രാജുവലി ഇപ്പം തുടങ്ങാനുള്ള പരിപാടിയാണ്. ഈ കരിങ്കോഴിയുടെ മുട്ട എങ്ങനെയാണ് പ്രസാദ് വിരിയിക്കുന്നത്? ഇൻക്യുബേറ്ററിൽ വെച്ചാണ്. എത്ര സെറ്റിംഗ് എങ്ങനെയാണ് ഇൻക്യുബേറ്ററിൻ്റെ? എൻ്റെ ഇരിക്കുന്നത് 400 മുട്ടയുടെ കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പോൾ അതിൽ വിരിയിക്കാനുള്ള മുട്ട ഇതിൽ നിന്ന് കിട്ടാറുണ്ടോ? ഡെയിലി വരുന്ന മുട്ട 30 മുട്ട അല്ലെങ്കിൽ 20 മുട്ട 15 മുട്ട എത്ര കിട്ടുന്നാലും അത് ഡെയിലി ഡേറ്റ് ഇട്ട് ഞാൻ ഇൻക്യുബേറ്റർ വയ്ക്കും. എന്താണ് ഈ കരിങ്കോഴികൾക്ക് നൽകുന്ന ആഹാരം? നമ്മൾ നോർമലായിട്ടുള്ള ഫുഡാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിലെ ഈ കരിങ്കോഴി ശേഖരത്തിൽ ഏറ്റവും കൂടുതലുള്ള പ്രസാദനമാണ്. എൻ്റെ കയ്യിൽ നന്നായിട്ടുണ്ട്, ഇപ്പോൾ നന്നായൊരു ശേഖരം ഉണ്ട് അല്ലേ? അതെ. പ്രസാദിൻ്റെ കൃഷിയിടം ഈ രംഗത്തേക്ക് വരുന്ന സംരംഭകർക്ക് വളരെ അനുകരണീയമായ ഒരു മാതൃകയാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നാമതായി ഇവിടെ കാണാൻ കഴിയുന്നത് വളരെ ലളിതസുന്ദരമായ രീതിയിലുള്ള കൂടുകളുടെ നിർമ്മാണ പ്രക്രിയ. മറ്റൊന്ന്, വളർത്തുപക്ഷികൾക്കും അരുമമൃഗങ്ങൾക്കും സഞ്ചരിക്കാനുള്ള വിശാലമായ ഒരു പാത വ്യക്തമായി തീർത്തിരിക്കുകയാണ് പ്രസാദ്. അതിന് കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ച് കൃത്യമായ വേലിക്കെട്ടുകൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർവഹിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കരിങ്കോഴികളെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. കരിങ്കോഴികളുടെ ഒരു പ്രത്യേകത ഞാൻ പറയാതെ തന്നെ കേരളത്തിലെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. കാരണം പൂവ്, അതോടൊപ്പം തന്നെ കാലുകൾ, അതോടൊപ്പം തന്നെ രോമം, എല്ലാത്തിനുപരി ഇറച്ചി, ഇവയെല്ലാം അടിമുടി കറുത്താണ് കരിങ്കോഴികൾ. പൊതുവേ ഔഷധ ഗുണമുണ്ട് എന്ന് കേരളീയർ വിശ്വസിക്കുന്ന കരിങ്കോഴിക്ക് വിപണിയിൽ ഉയർന്ന ഡിമാൻഡാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംരംഭകൻ എന്ന നിലയിൽ വളർത്തു പക്ഷികളെ തിരഞ്ഞെടുത്തപ്പോൾ ആദ്യം തന്നെ കരിങ്കോഴിയുടെ ഒരു നല്ല ശേഖരത്തെ ഒരുക്കാനായിരുന്നു പ്രസാദ് ശ്രദ്ധിച്ചത്. മറ്റൊന്നുമല്ല, അത് അതിൻ്റെ ഒരു വിപണി വിലയുടെ കൂടുതൽ കൊണ്ട് മാത്രമാണ്. കാരണം കരിങ്കോഴിക്ക് എല്ലാ കാലത്തും നല്ല ഡിമാൻഡുണ്ട്. കരിങ്കോഴികളെ എവിടെ നിന്നും എങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് വളർത്തി അതിനെ വിൽക്കുക മാത്രമല്ല പ്രസാദ് ചെയ്തത്. കരിങ്കോഴികളുടെ പ്രജനന പ്രക്രിയ സാധ്യമാക്കി മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ച് കൃത്യമായി അതിൻ്റെ വംശവർദ്ധനവ് നടത്തി അതുകൂടി വിപണിയിൽ എത്തിച്ച് സ്വയം ഒരു താരമായി മാറുകയാണ് ഇവിടെ ഈ ചെറുപ്പക്കാരൻ ചെയ്തത്. മറ്റൊന്നുള്ളത്, ഈ അരുമപക്ഷികളിൽ ഏറ്റവും ഖ്യാതി നിറഞ്ഞ ഒന്നാണ് പ്രാവ്.
അതായത് സമാധാനത്തിൻ്റെ സന്ദേശമായി ലോകമെമ്പാടും ഇന്നും ആരാധിക്കുന്ന, ഇന്നും സമാധാനത്തിൻ്റെ ഒരു ഐക്കണായി മാറിയിരിക്കുന്ന പക്ഷികളാണ് പ്രാവുകൾ. അതിൽ തന്നെ പ്രാവുകളിൽ ഏറ്റവും ശ്രദ്ധേയമായതും അതോടൊപ്പം തന്നെ പ്രാവുകളിൽ ഏറ്റവും അധികം ഖ്യാതി നേടിയതുമായ പ്രാവുകളാണ് ഫാൻറ്റെയിൽ എന്നറിയപ്പെടുന്ന പ്രാവുകൾ. ഫാൻറ്റെയിൽ പ്രാവുകൾക്ക് വിശറി ചിറകുകളാണുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഫാൻറ്റെയിൽ പ്രാവ് അതിൻ്റെ ചിറക് വിശറി പോലെ ആക്കുമ്പോഴേക്കും ഏതാണ്ട് ഈ രീതിയിലേക്ക് പങ്ക പോലെ വിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫാൻ ടെയിൽ എന്ന് തന്നെ അറിയപ്പെടുന്നത്. അതിൽ തന്നെ വിവിധ ഇനങ്ങളുണ്ട്. വൈറ്റ് ഫാൻറ്റെയിലുണ്ട്, ബ്ലാക്ക് ഫാൻറ്റെയിലുണ്ട്, ബ്ലാക്കും വൈറ്റും ചേർന്ന ഡബിൾ കളേർഡ് ഫാൻറ്റെയിലുകളുണ്ട്. ഈ ഫാൻറ്റെയിലുകളുടെ മാത്രം ഒരു ബ്രീഡിങ്ങിലാണ് പ്രസാദ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രാവുകൾ നമുക്കറിയാം ഒരു മാതൃക ദാമ്പത്യമുള്ള പക്ഷികളാണ് പ്രാവുകൾ. അതായത് ഏതാണ്ട് കേവലം ഒരു 17-18 ദിവസത്തോളം മാത്രം അടയിരുന്ന് ഒരു ശീലിൽ തന്നെ 2 മുട്ടകൾ വിരിയിക്കുകയും ഉടൻ തന്നെ അതിനെ നേഴ്സ് ചെയ്യുന്ന, അതായത് ആ കുഞ്ഞുങ്ങളെ ഏതാണ്ട് 45 ദിവസത്തോളം തന്നെ പരിപാലിക്കാൻ വേണ്ട എല്ലാ പ്രക്രിയകളും മാതൃഗുണം കൂടിയ രീതിയിൽ പ്രാവുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ആഹാരമായാലും അത് ഭംഗിയായി ചവച്ച് അരച്ച് തൊണ്ടയിലേക്ക് ഇറക്കുകയും ആ തൊണ്ടയിൽ നിന്നുള്ള പാൽ പോലെ ഈ ആഹാരം കുഞ്ഞു പക്ഷികളുടെ കൊക്കിലേക്ക് പകർന്നു കൊടുക്കുകയും അവരെ ഏതാണ്ട് 45 ദിവസം വരെ നന്നായി വളർത്തുകയും തുടർന്ന് സ്വതന്ത്രമാവുകയും ചെയ്യുകയാണ് പ്രാവുകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രക്രിയ പൂർണ്ണമായും അനുവർത്തിക്കുന്നതുകൊണ്ട് മാതൃകാ ദാമ്പത്യമാണ് പ്രാവുകൾ. അതുപോലെ തന്നെ പ്രാവിൻ്റെ മുട്ട വിരിയിക്കുന്ന ജോലി തന്നെ പൂവനും പിടയുമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് പകൽ പൂവനും രാത്രി പിടയും ചേർന്നാണ് പ്രാവുകളുടെ മുട്ട വിരിയിക്കാറുള്ളത്. മാത്രമല്ല വളരെ കുറഞ്ഞ ധാന്യച്ചിലവ്, അതായത് വളരെ കുറഞ്ഞ തീറ്റച്ചിലവ് മാത്രം ആവശ്യമുള്ള പക്ഷികളാണ് പ്രാവുകൾ. മാത്രമല്ല കാണുന്നവരിൽ ആർക്കും ഒരു ഓമനത്വം തോന്നുകയും അതോടൊപ്പം തന്നെ കണ്ടു നിൽക്കുന്നവരിൽ ഒരു മോഹവില തോന്നുകയും ചെയ്യുന്ന പക്ഷികളാണ് എന്നുള്ള നിലയ്ക്ക് പ്രസാദ് പ്രാവുകളുടെ ഒരു സംരംഭകനായി മാറിയത് യാദൃശ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അരുമ പക്ഷികളെയും അതോടൊപ്പം തന്നെ ഓമന മൃഗങ്ങളെയും ഒക്കെ വളർത്തി പ്രത്യേകിച്ചും സ്വർണത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സാമ്രാജ്യത്തിൽ നിൽക്കുമ്പോഴും അരുമപ്പക്ഷികളുടെയും മൃഗങ്ങളുടെയും വാത്സല്യഭരിതവും സ്നേഹനിർഭരവുമായ ഒരു ലോകത്തേക്ക് ഇറങ്ങി വന്ന ചെറുപ്പക്കാരനാണ് പ്രസാദ്. അദ്ദേഹത്തിൻ്റെ മാതൃക കേരളത്തിന് അനുകരണീയമാണ്. പിന്തുടരാം നമുക്ക്. ലോകപ്രശസ്ത റോഡ് വീലർ ചാമ്പ്യനായ പൈത്തോണിൻ്റെ ഒരു അഭ്യാസ പ്രകടനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലോകപ്രശസ്ത റോഡ് വീലർ ചാമ്പ്യനായ പൈത്തോണിൻ്റെ വംശപാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന റോഡ് വീലർ നായാണ് പ്രസാദ് മട്ടുപ്പാവിൽ വളർത്തുന്നത്. പൈത്തോൺ മാത്രമല്ല, റെമോയുണ്ട്, നിക്കോ ഫ്ലാഷ് റോസ് ഉണ്ട്. അങ്ങനെ ലോകപ്രശസ്തരായ റോഡ് വീലറിൻ്റെ വലിയൊരു വംശപരമ്പരയുടെ ഉടമസ്ഥൻ കൂടിയാണ് പ്രസാദ്. നായ്ക്കൾക്കായി വിശാലമായ കൂടാരമാണ് പ്രകൃതിയുടെ മട്ടുപ്പാവിൽ പ്രസാദ് തീർത്തിരിക്കുന്നത്. ഏതാണ്ട് അരയടി പൊക്കത്തിൽ കൃത്യമായ ഉയരത്തിൽ പ്ലാറ്റ്ഫോമുകളുണ്ടാക്കി അതോടൊപ്പം തന്നെ വയർ മെഷ് നെറ്റുകൾ ഉയർത്തി വിശാലമായ കൂടാരങ്ങളൊരുക്കി അവർക്ക് ആഹാരം കഴിക്കുവാനും അതോടൊപ്പം തന്നെ ശുദ്ധജലം ആസ്വദിച്ച് കഴിക്കുവാനും ഉതകുന്ന രീതിയിൽ പ്രത്യേക രീതിയിലുള്ള പാത്രങ്ങളും തീറ്റപാത്രങ്ങളും എല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടാണ് മട്ടുപ്പാവിൽ കൂടാരമൊരുക്കിയിരിക്കുന്നത്. ഹിറ്റ്ലറുടെ നാടായ ജർമ്മനിയുടെ ഒരു കരുത്താണ് റോഡ് വീലറിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. നമുക്ക് മാത്രമല്ല, എല്ലാ നായ്പ്രേമികൾക്കും ഈ കരുത്ത് ആസ്വദിക്കാൻ കഴിയും. കരുത്തിനോടൊപ്പം തന്നെ കരുത്തിനോടൊപ്പം തന്നെ ഉജ്ജ്വലമായ അനുസരണശീലവുമുള്ള നായാണ് റോഡ് വീലർ എന്ന് തെളിയിച്ചിട്ടുണ്ട്. പല അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രസാദിൻ്റെ നായും റോമിയും ഈ അനുസരണശീലത്തിൽ മിടുക്കനാണ് എന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ജർമ്മൻ ഷെപ്പേർഡ് ലോകത്തെ നായ ആരാധകരുടെ ഏറ്റവും ജനപ്രിയ നായാണ് ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷെപ്പേർഡിനെ പൊതുവെ അൽസേഷൻ എന്നും പറയാറുണ്ട്. അതായത് അരിവാൾ പോലെ നീണ്ട പീലി വീശിയ വാലുകൾ, അതും നടക്കുമ്പോൾ പ്രത്യേക ആകൃതിയിൽ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ പ്രത്യേക പോസ്റ്ററിൽ നിൽക്കുമ്പോൾ പ്രത്യേക ആകൃതിയിൽ ഇരു കാലുകൾക്കുമിടയിൽ ചുരുക്കിത്തിരികുന്ന
ഈ ജർമ്മൻ ഷെപ്പേഡിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം കള്ളന്മാരുടെ ഒരു പേടി സ്വപ്നം എന്നാണ് സാധാരണ ജർമ്മൻ ഷെപ്പേഡ് നായ്ക്കളെ, അൽസേഷൻ നായ്ക്കളെ നാം വിശേഷിപ്പിക്കാറുള്ളത്. ഇപ്പോൾ പ്രസാദിൻ്റെ മട്ടുപ്പാവിൽ കാണുന്നത് റമോ നായുടെ, ഒരു വേൾഡ് ചാമ്പ്യനായ റമോ നായുടെ വംശപാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ജർമ്മൻ ഷെപ്പേഡ് അൽസേഷൻ നായാണ്. റോഡ് വീലറും ജർമ്മൻ ഷെപ്പേഡും കൂടാതെ തന്നെ നിരവധി നായ്ക്കൾ പ്രസാദിൻ്റെ ശേഖരത്തിലുണ്ട്. നായ്ക്കളുടെ വളർത്തൽ ഒരു ഹോബിയും വരുമാനവും എന്നതിനപ്പുറത്തേക്ക് അത്യധികം സന്തോഷം നൽകുന്ന, മാനസിക ആഹ്ലാദം നൽകുന്ന ഒന്നാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രസാദ്. നായ് വളർത്തൽ ഒരു ഹോബി എന്നതിനപ്പുറത്തേക്ക് നല്ലൊരു വരുമാന മാർഗമാകണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ രംഗത്തുള്ള പല സംരംഭകരും നമ്മോട് പറയുന്നത്. ഒന്നാമതായി നല്ല ഇനത്തിൽപ്പെട്ട, നല്ല മാതൃഗുണത്തിൽപ്പെട്ട സ്റ്റഡ് നായ്ക്കളെ ശേഖരിക്കുക എന്നുള്ളതാണ്. അതായത് നായ്ക്കുട്ടികളെ വിപണിയിലേക്ക് എത്തിച്ച് നായ്ക്കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നൽകി മോഹവിലേക്ക് നൽകണമെങ്കിൽ നല്ല സ്റ്റഡ് നായ്ക്കളെ നാം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല സ്റ്റഡ് നായ്ക്കളെ സ്വന്തമാക്കാൻ വേണ്ടി ഇന്ന് പലരും ആശ്രയിക്കുന്നത് ലോക വിപണിയെ തന്നെയാണ്. ജർമ്മനി, അമേരിക്ക, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും നല്ല ലോക ചാമ്പ്യന്മാരായ നായ്ക്കളെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് കൊണ്ടുവന്ന് അവയ്ക്ക് പ്രത്യേക സംരക്ഷണം നൽകി പ്രത്യേക രീതിയിൽ പരിപാലിച്ച് നല്ല സ്റ്റഡ് നായ്ക്കളാക്കി മാറ്റിയെടുക്കുകയാണ് പല സംരംഭകരും അനുവർത്തിക്കുന്ന ഒരു രീതി. അപ്പോൾ ഇതിനായി അവർക്ക് വരുമ്പോൾ നമ്മുടെ കാലാവസ്ഥയുമായി ഇണങ്ങിച്ചേരാൻ വേണ്ടിയിട്ടുള്ള പ്രകൃതിദത്തമായ സാഹചര്യങ്ങളിൽ അവയെ വളർത്തുകയോ അല്ലെങ്കിൽ അവരുടെ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രകൃതി മാറ്റുന്ന എയർ കണ്ടീഷൻ പോലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയോ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. തുടർന്ന് ആ ഭക്ഷണക്രമത്തിൽ ക്രമേണ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിലൂടെ കേരളീയ സാഹചര്യങ്ങൾക്കനുസൃതമായി നായ്ക്കളെ മാറ്റിയെടുക്കുകയും തുടർന്ന് നല്ല ഇണകളെ മാത്രം കണ്ടെത്തി ഇണചേർക്കുകയുമാണ് ചെയ്യുന്നത്. മാത്രമല്ല ആ ഒരു പ്രജനന കാലയളവിൽ പ്രത്യേകിച്ചും ഗർഭിണിയായിരിക്കുന്ന കാലയളവിലും മറ്റും നല്ല ഭക്ഷണം നൽകുകയും കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കുകയും നല്ല ശുദ്ധജലം നൽകുകയും ജീവകങ്ങളും അതോടൊപ്പം തന്നെ ധാതുലവണ മിശ്രിതങ്ങളും നൽകാൻ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് 60 ദിവസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ തന്നെ ഇണചേർന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ നല്ല നായ്ക്കുട്ടികളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അങ്ങനെ നല്ല നായ്ക്കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആവശ്യക്കാർ ഇപ്പോൾ നല്ല നായ്ക്കുട്ടികളെ ഒരു ലിറ്ററിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതിനും ചില രീതികളുണ്ട്. നല്ല വിടർന്ന കണ്ണുകൾ, മുല്ലപ്പൂ മുട്ട് ഒത്ത പല്ലുകൾ, അതോടൊപ്പം തന്നെ ഇളം റോസ് നിറത്തിലുള്ള മൂക്ക്, നാക്ക്, ഇവയെല്ലാം ശ്രദ്ധിച്ച് പ്രത്യേകിച്ചും ചില ബ്രീഡുകളാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ പ്രസാദിൻ്റെ കയ്യിലിരിക്കുന്ന പഗ് എന്ന് പറയുന്ന ബ്രീഡാണ്. ലോകത്തെമ്പാടും ഏറ്റവും കൂടുതൽ വനിതാ ആരാധകരുള്ള നായ തന്നെയാണ് പഗ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവനൊരു മൊബൈൽ കമ്പനിയുടെ പരസ്യ അംബാസഡർ കൂടിയായിരുന്നു. അപ്പോൾ പഗ്ഗിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പഗ്ഗിനെ നമുക്കറിയാം, പഗ്ഗിനൊരു കോമാളി മുഖമാണുള്ളത്. കാരണം ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഉണ്ട കണ്ണുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ വെൽവെറ്റ് ചർമ്മം, വവ്വാൽ ചെവികൾ, അതോടൊപ്പം തന്നെ ചുളിവ് വീണ മുഖം, ഇതൊക്കെ ചേർന്നാണ് പഗ് എന്ന് പറയുന്നത്. പഗ്ഗിനെ ഈ രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിൽ ആസ്വദിക്കാൻ തന്നെ കഴിയുകയില്ല. ആ പഗ് വളരെ സംരക്ഷണം കൊടുക്കേണ്ട, നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട ഒരു പെറ്റ് അനിമലാണ്. മാത്രമല്ല ഇതൊരു ടോയ് ബ്രീഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചൈനീസ് നായ കൂടിയാണ് പഗ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ ഇതിൻ്റെ ക്യാരക്ടറിനെയും അതോടൊപ്പം ഇതിൻ്റെ കരിസ്മയും നിർണ്ണയിക്കുകയും അതോടൊപ്പം തന്നെ ഇത് കെന്നൽ ക്ലബ്ബിൽ അംഗത്വം നേടാൻ പ്രാപ്തമാവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ലോക ചാമ്പ്യൻ നായ്ക്കളെയാണ് ഇറക്കുന്നതെങ്കിൽ അത് ഏതൊക്കെ ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ആശ്രയിച്ച് അതിൻ്റെ വർഗ്ഗഗുണം, അതിൻ്റെ വർഗ്ഗമേന്മ, അതിൻ്റെ വംശീയ പാരമ്പര്യം ഇവയൊക്കെ ആശ്രയിച്ചാണ് കെന്നൽ ക്ലബ്ബ് ഇപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നായ്ക്കളെ നമ്മൾ വളർത്തി നല്ല സ്റ്റഡ് നായ്ക്കളുമായി ഇണചേർത്ത്, പാരമ്പര്യമുള്ള സ്റ്റഡ് നായ്ക്കളുമായി ഇണചേർത്ത് കുട്ടികളെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വർഗ്ഗമേന്മയും അതിൻ്റെ പാരമ്പര്യവും അനുസരിച്ച് കെന്നൽ ക്ലബ്ബ് നായ്ക്കൾക്ക് കെന്നൽ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ നൽകാറുണ്ട്. ഈ കെന്നൽ ക്ലബ്ബ് സാക്ഷ്യപത്രങ്ങൾ യഥാർത്ഥത്തിൽ നായ്ക്കളുടെ ജാതകം തന്നെയാണ്. നായ്ക്കളുടെ വില നിർണ്ണയിക്കുന്നതും നായ്ക്കളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതും നായ്ക്കളുടെ മറ്റ് രൂപരചനകൾ നിർണ്ണയിക്കുന്നതിലും ഒക്കെ കെന്നൽ ക്ലബ്ബ് സാക്ഷ്യപത്രം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കെന്നൽ ക്ലബ്ബ് സാക്ഷ്യപത്രം നോക്കി മാത്രം നായ്ക്കളുടെ എല്ലാ ഗുണവും മേന്മയും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നായ് വളർത്തൽ കെന്നൽ ക്ലബ്ബിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട നായ്ക്കൾക്ക് നല്ല വിലയും ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നായ് വളർത്തൽ സംരംഭകത്വ രംഗത്ത് നിൽക്കുന്ന ഏതൊരാളും പ്രസാദിനെ പോലെ തന്നെ കെന്നൽ ക്ലബ്ബിൽ രജിസ്റ്റർ ചെയ്ത നായ്ക്കളെ വളർത്തുകയും അവയെ പ്രത്യേക രീതിയിൽ പരിപാലിക്കുകയും അതോടൊപ്പം തന്നെ അടുത്ത രക്തബന്ധമുള്ള നായ്ക്കളെ തമ്മിൽ ഇണചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്താണ് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അവയെ നന്നായി പരിപാലിച്ച് കൃത്യമായ പ്രതിരോധ മരുന്നുകൾ നൽകി രോഗമില്ലാത്ത അവസ്ഥയിൽ
നല്ല ചൈതന്യമുള്ള നായ്ക്കുട്ടികളെ വിപണിയിലെത്തിച്ചാൽ വരുമാനം പൊന്നാണയങ്ങൾ പോലെ വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.